Hello guys, welcome back to my channel. It's me on Lebens vlog. ചപ്പാത്തിനൊക്കെ കഴിക്കാൻ നല്ലൊരു നോർത്ത് ഇന്ത്യൻ സ്റ്റൈൽ റെസിപ്പി ആയാലും ചിക്കൻ മലായി. വീഡിയോയിലോട്ട് കിടക്കുന്നതിന് മുന്നേ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്ത് സപ്പോർട്ടാക്കാം. ജാറിലേക്ക് 3 മീഡിയം സൈസ് ഉള്ളി, 2-3 പച്ചമുളക്, ഇഞ്ചി, വെളുത്തുള്ളി ഇട്ട് നന്നായിട്ട് ക്രഷ് ചെയ്തെടുക്കാം. ഇനി ഒരു പാനിലേക്ക് ഓയിൽ ഒഴിച്ച് ചൂടാകുമ്പോൾ അതിലേക്ക് നമ്മൾ ക്രഷ് ചെയ്ത് ഇൻഗ്രീഡിയൻസ് ഇട്ട് ഒരു 8 മിനിറ്റോളം നന്നായിട്ട് ഇളക്കി കൊടുക്കുക. ഇതിൻ്റെ കളറൊന്നും മങ്ങിക്കഴിഞ്ഞ് കുറച്ച് ഡാർക്കൺ ആയാൽ ഇതിലേക്ക് 1 ടീസ്പൂൺ പെരിഞ്ജീരകം പൊടി, പിന്നെ കുരുമുളക് പൊടി, കസ്തൂരി മെഥി, ഗരം മസാല, ആവശ്യത്തിന് ഉപ്പ് എല്ലാം ഇട്ട് നന്നായിട്ടൊന്ന് മിക്സ് ആക്കി എടുക്കാം. ഇനി ഇതൊരു 5 മിനിറ്റ് ഇളക്കി ക്ലോസ് ചെയ്ത് വെക്കണം. ഒരു 5 മിനിറ്റ് വീണ്ടും ക്ലോസ് ചെയ്ത് വെച്ചിട്ട് ഒന്ന് ഇളക്കിയെടുത്ത് ഇതിലേക്ക് ചിക്കൻ ആഡ് ചെയ്യാം. ഇതിപ്പോൾ നിങ്ങൾ മുട്ടയാണ് ആഡ് ചെയ്യുന്നുണ്ടെങ്കിൽ മുട്ട പുഴുങ്ങിയിട്ടിടാം, എന്നിട്ട് ഒരു 5 മിനിറ്റ് ക്ലോസ് ചെയ്ത് വെച്ചാൽ മതി. അപ്പോൾ ചിക്കനും കൂടി ഇട്ട് നന്നായിട്ട് ഇളക്കി എല്ലാം ഒന്ന് കമ്പൈൻ ചെയ്ത് വന്നാൽ ഇത് ക്ലോസ് ചെയ്യുക. എന്നിട്ട് ഇത് ഹൈ ഫ്ലെയിമിൽ വെള്ളം വരുന്നത് വരെ, ചിക്കനിൽ നിന്ന് വെള്ളം വരുന്നത് വരെ വെച്ചിട്ട് വെള്ളം വന്നു കഴിഞ്ഞാൽ ലോ ഫ്ലെയിം ആക്കാം. പിന്നെ ചിക്കൻ വെന്ത് കഴിഞ്ഞാൽ മാത്രം എടുത്താൽ മതി. ഇപ്പോൾ ഇവിടെ ചിക്കനൊക്കെ നന്നായി വെന്ത് വന്നിട്ടുണ്ട്, വെള്ളമൊക്കെ വറ്റിയിട്ടുണ്ട്. ഈ ഒരു ടൈമിൽ ഇതൊന്ന് ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുത്തിട്ട് ഇതിലേക്ക് 1.5 കപ്പ് തേങ്ങാപ്പാൽ, നല്ല കട്ടിയിൽ 1 മുറി തേങ്ങാപ്പാൽ ഞാൻ ഇവിടെ യൂസ് ആക്കിയിട്ടുണ്ട്. അത് 1.5 കപ്പ് ഉണ്ട് ഞാൻ മെഷർ ചെയ്തിട്ടുമ്പോൾ. ഇല്ലെങ്കിൽ നിങ്ങൾക്ക് പാലോ അല്ലെങ്കിൽ ഫ്രഷ് ക്രീമൊക്കെ ആഡ് ചെയ്യാം. തേങ്ങാപ്പാൽ എല്ലാവർക്കും ഒരേപോലെ അവൈലബിൾ ആണ്, അതുകൊണ്ട് ഞാനിപ്പോൾ അത് യൂസ് ആക്കുന്നില്ലു. തേങ്ങാപ്പാലും കൂടി ഇട്ട് നല്ല ടേസ്റ്റിന് തേങ്ങാപ്പാൽ. അപ്പോൾ ഇതും കൂടി ഇട്ട് നന്നായിട്ടൊന്ന് ഇളക്കി എന്നിട്ടൊന്ന് ക്ലോസ് ചെയ്ത് വെക്കുക. നല്ലൊരു തിള വരുന്നവരെ ക്ലോസ് ചെയ്ത് വെച്ചിട്ട് വേവിക്കാം. നല്ലൊരു തിള വന്നു കഴിഞ്ഞാൽ ലാസ്റ്റായിട്ട് നമ്മൾ എല്ലാ ഇൻഗ്രീഡിയൻസും ചെയ്യുന്ന പോലെ മല്ലിച്ചപ്പും കൂടി ഇട്ട് ഗാർണിഷ് ചെയ്തിട്ട് ഇളക്കിയെടുത്താൽ ഇറ്റ്സ് റെഡി ടു സെർവ്. പിന്നെ നിങ്ങൾക്ക് ബട്ടൂരി, കുബൂസ്, ചപ്പാത്തി, പൊറോട്ട അങ്ങനെ എല്ലാ ഡിഷസിനോടെയും എല്ലാ അപ്പത്തിനോടൊക്കെ കഴിക്കാൻ പറ്റിയ നല്ലൊരു കറിയാണ്. സിമ്പിളാണ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്. ട്രൈ ചെയ്യുക. ഇതേപോലെ നല്ല റെസിപ്പീസ് പേജ് ഫോളോ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്.